ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു ആഘോഷം, ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് ഈ ഞങ്ങളുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. നമ്മുടെ വീട് പണി തുടങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നിലത്തെ വീഡിയോയിലും 2 കൊല്ലത്തിന് മുകളിലായി. അപ്പോൾ അതിപ്പോൾ എന്താ പറയുക, അപ്പോൾ അതിൻ്റെ ഹൗസ് വാമിംഗ് കാര്യങ്ങളൊക്കെ ആകാറായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. ഞങ്ങളിവിടെ അങ്കമാലി ടൗണിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു ഫസ്റ്റ് തന്നെ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് എല്ലാം എനിക്ക് തോന്നുന്നു അങ്കമാലിയുള്ള പകുതി മുക്കാൽ ആൾക്കാർ പോകുന്ന മെയിൻ 2 കടകൾ ഒന്നാണ് മെട്രോയിൽ പോയി, പിന്നെ വന്നിട്ട് സീമാസാണ്, അങ്കമാലി സീമാസാണ്. ഈ 2 കടയാണ് നമ്മുടെ അങ്കമാലിക്കാരുടെ മെയിൻ ഷോപ്പിംഗ് സെൻ്റർ എന്ന് തോന്നുന്നു, അതായത് ഡ്രസ്സിൻ്റെ. അപ്പോൾ മെട്രോയിൽ അത്യാവശ്യം നല്ല തിരക്കട്ടെ, എപ്പോൾ ചെന്നാലും ഒരുവിധം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മെറ്റീരിയൽ ആയാലും കിട്ടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ പോയിട്ടുണ്ടായി. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാനാ, നമുക്ക് കളർ കോമ്പിനേഷൻ കിട്ടണമായിരുന്നു. കാരണം നമ്മൾ രണ്ടുപേരും മാച്ചിങ് ആയിട്ട് നിൽക്കണമായിരുന്നു. അത്ര കറക്റ്റ് മാച്ചിങ് അല്ല, എന്നാൽ ഏകദേശം ഒരു മാച്ചിങ്ങിലൊക്കെ നിൽക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാനായിട്ട് ഞങ്ങൾ മെട്രോയിൽ പോയി. പക്ഷെ നമുക്ക് മെട്രോയിൽ ചെന്നിട്ട് നമ്മുടെ കറക്റ്റ് കളർ നമുക്ക് കിട്ടിയില്ല, നമുക്ക് പറ്റുന്ന നമ്മുടെ കളർ കോമ്പിനേഷൻ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പിന്നെ നേരെ അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഓപ്ഷനായി നമ്മൾ സീമാസിൽ പോയി. സീമാസിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് അത്ര കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചേട്ടന് കിട്ടില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുത്തത് മെട്രോയിൽ തന്നെയാണ് എടുത്തത്. ചേട്ടന് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ മറ്റേ MCR അതിൻ്റെ ഇതിൻ്റെ ഷോപ്പിൽ പോയിട്ടുണ്ടായി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ നമുക്ക് കിട്ടി. അങ്ങനെ നമ്മളതൊക്കെ വാങ്ങി. പിന്നെ വാങ്ങിക്കാനുള്ള ഉണ്ടായിരുന്നത് നമുക്ക് പൂജാ സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള വിളക്ക് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങാനായിട്ട് പിന്നെ പൂജാ സാധനങ്ങളൊക്കെ കിട്ടുന്ന ആ ഒരു ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായി. പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ അങ്കമാലിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ CC ബേക്കറിയിൽ കയറി. അവിടെ ആണെങ്കിൽ അവിടുത്തെ സ്നാക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ ഐറ്റംസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് 2-3 സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ നമ്മുടെ പൂജാ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായി. ഈ പൂജാ സാധനങ്ങളൊക്കെ കിട്ടുന്ന ആ ഒരു ഷോപ്പിൻ്റെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേകമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ സ്പൈസസും മറ്റേ സുഗന്ധ എന്താ പറയുക, ആ സാധനങ്ങൾ അതൊക്കെ കൂടെ ആയിട്ട് ഒരു പ്രത്യേകമായിരിക്കും. എനിക്കത് അവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ ഷോപ്പ് ഉണ്ടായിരുന്നു. അതിലൊരു ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ പൂജാ സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ലിസ്റ്റ് ഉണ്ടായിരുന്നു, കുറേ സാധനം ഉണ്ടായിരുന്നു. ഈ ഗണപതി ഹോമത്തിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. തൊട്ടപ്പുറത്ത് നമ്മുടെ ബിരിയാണിയുടെ ബിരിയാണിയുടെ കൂട്ടൊക്കെ വിൽക്കുന്ന അതിൻ്റെ പലതരം അരികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഈ എന്താ പറയുക ആയുർവേദിക്കായിട്ടുള്ള ഈ ധാന്യങ്ങളും പിന്നെ ഈ പച്ചമരുന്നൊക്കെ കിട്ടുന്ന കടകളില്ലേ, അങ്ങനത്തെ കടയൊക്കെ തൊട്ടടുത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോയില്ല, പക്ഷേ അവിടെയൊക്കെ പോയി നിന്ന് ഞാൻ ഇങ്ങനെ നോക്കി നിന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. ഒരു പ്രത്യേക മണമാണ് അവിടെ ചെല്ലുമ്പോൾ. ഈ ആയുർവേദത്തിൻ്റെ ഒക്കെ ഒരു പച്ചമരുന്നിൻ്റെ ഒക്കെ ഒരു മണമില്ലേ, പച്ചക്കുള്ള മണം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ കുറച്ച് അവിടെയൊക്കെ നിന്നു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ വിളക്ക്, താലം, കിണ്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അത് വാങ്ങാനായിട്ട് നമ്മൾ കുറേ വൈകി. അത് കാരണം ഇവിടുന്ന് പൂജാ സാധനങ്ങൾ കിട്ടിയപ്പോൾ തന്നെ ഒരുപാട് സമയം എടുത്തത് കാരണം നമ്മൾ അങ്ങോട്ടേക്ക് വിളക്ക് വാങ്ങാനായിട്ട് നമുക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ തിരക്ക് പിടിച്ചിട്ടായിരുന്നു പെട്ടെന്ന് സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സപ്പോർട്ട് ചെയ്യുക. ഉടനെ തന്നെ ഞാൻ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഇടുന്നുണ്ടാവും കേട്ടോ.